ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ കറി തന്നെയാണ്, ഒരു ഒഴിച്ചുകറിയാണ്. നിങ്ങളെല്ലാവരും നോക്കുമ്പോൾ ഇതൊരു സാധാരണ കറി പോലെ തോന്നും, പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. അതിൽ നമ്മൾ ചേർക്കുന്ന ഒരു പ്രത്യേക ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അതും കൂടി ചേർത്താലാണ് ഈ ഒരു നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ വെജിറ്റേറിയൻസ് ക്ഷമിക്കുക, വെജിറ്റേറിയൻസിന് പറ്റാത്തൊരു കറിയാണ്, നോൺ വെജിറ്റേറിയൻസിന് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു കറിയുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു നാടൻ ഒഴിച്ചുകറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചക്കക്കുരു നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നിങ്ങളുടെ കുക്കറിൻ്റെ വലിപ്പം അനുസരിച്ച് വലിയ കുക്കറാണെങ്കിൽ ചിലപ്പോൾ 3 വിസിൽ വന്നാലേ കുക്കായി കിട്ടുള്ളൂ, അതൊക്കെ ചെറിയ വ്യത്യാസം വരാം. അപ്പോൾ ഞാനിതൊന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കട്ടെ. അതിനുശേഷം നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് തേങ്ങ ചിരവിയത് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഉള്ളി ചേർക്കുക. അതുപോലെ തന്നെ ഞാൻ എരിവിനായിട്ട് 1 പച്ചമുളക് ഇതിലേക്ക് ചേർത്തരയ്ക്കുന്നുണ്ട്. ബാക്കിയുള്ളത് നമ്മൾ ചക്കക്കുരുവിൻ്റെ കൂടെ ചേർത്ത് ഇനി വേവിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളത്തോടു കൂടിയാണ് അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ കുക്കായി കഴിഞ്ഞു. നമുക്കിനി അതിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഞാൻ കുക്കർ തുറന്നിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തു. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് 2 പച്ചമുളകാണ്. 1 പച്ചമുളക് നമ്മൾ അരയ്ക്കാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം തീരുമാനിക്കുക. ഞാനിത് കുറച്ച് എരിവുള്ള ഒരു കറിയായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 2 പച്ചമുളക് ഇതിലേക്കും ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഉണക്കച്ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്ന് ചക്കക്കുരുവിലേക്ക് പിടിച്ചു വരണം. ചക്കക്കുരു ഒന്ന് ചെറുതായിട്ട് ഉടച്ചും കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. ഒന്ന് തിളച്ചാൽ മതി കേട്ടോ. ചക്കക്കുരു നന്നായിട്ട് കുക്കായതാണ്, അതുകൊണ്ട് ഒന്ന് തിളച്ചു വരുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉണക്കച്ചെമ്മീൻ വെളിച്ചെണ്ണ ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് തന്നെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോഴേ ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് പൊടിച്ചൊരു കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഇങ്ങനെ കറികളിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിന് ശേഷം നമുക്ക് അരപ്പ് ചേർക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചേർക്കാം. അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട് തിളച്ച് തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയി. നമുക്കിതിലേക്ക് ഇനി അരപ്പ് ചേർക്കാം. അരപ്പ് ചേർക്കുമ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം അരപ്പ് ചേർക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇതുണ്ടോ, ഒന്ന് കുറുകി വന്നിരിക്കുന്ന ഗ്രേവിയാണ്. ഇത്രയും മതി നമുക്ക്. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. തിളച്ചു പോവരുത്, നന്നായിട്ടൊന്ന് ചൂടായി വരാനേ പാടുള്ളൂ. ചക്കക്കുരു ഒക്കെ കുറച്ച് ഉടഞ്ഞിട്ടുണ്ട്, കുറച്ച് ഉടയാതെയും ഉണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ കറിയിൽ നിന്ന് നന്നായിട്ട് ആവി വരുന്നുണ്ട്. നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. വറവ് ചേർക്കുമ്പോൾ ഉലുവയും കൂടി ചേർത്തിട്ട് വേണം വറവ് ചേർക്കാൻ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർക്കാം. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു കറി വറവിടണം കേട്ടോ. ചില കറികൾ നമ്മൾ വെളിച്ചെണ്ണയിൽ വറവിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ വറവിടണം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിത് ഉണക്കച്ചെമ്മീൻ ചേർത്ത കറി ആയതുകൊണ്ട് കുറച്ച് ഉലുവയും കൂടി വറവിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുക. നമ്മൾ നോൺ വെജ് റെസിപ്പീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉലുവ ചേർക്കാറുണ്ട്, അതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ഉണ്ടല്ലോ, ആ ഉള്ളി ചേർക്കുക. ഉള്ളി ഒന്ന് കുക്കായി തുടങ്ങുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് മൊരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടുതൽ ചേർക്കണം. എൻ്റെ കയ്യിൽ കറിവേപ്പില തീർന്നു, അതുകൊണ്ട് ഞാനൊരു 3-4 ഇതിലേ ചേർത്തിട്ടുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മുടെ കറിക്ക് മഞ്ഞ കളർ കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ.
നിങ്ങളുടെ കറിക്ക് ആവശ്യത്തിന് മഞ്ഞ കളർ ഉണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ മഞ്ഞ കളർ കുറവായതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഈ പൊടിയൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പൊടി റോ ആയിട്ട് ചേർക്കരുത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതുപോലെ വറവ് ചേർക്കുമ്പോൾ ചേർക്കുക കേട്ടോ. കറിക്ക് കളറൊക്കെ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ എരിവ് കുറവാണെങ്കിൽ ഇതുപോലെ മഞ്ഞൾപ്പൊടിക്ക് പകരം മുളക് പൊടി ചേർക്കാം. അതും ചൂട് എണ്ണയിലേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ ചേർക്കാൻ. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് നമ്മൾ വറവ് ചേർക്കുകയാണ്. ഇപ്പോൾ നല്ല ഭംഗിയുള്ള കറി ആയിക്കഴിഞ്ഞു. ആ കളർ കുറഞ്ഞതൊക്കെ പരിഹരിക്കപ്പെട്ടു. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പും, എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക്, അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ മുളക് പൊടി ഒന്ന് എണ്ണയിലിട്ടിട്ട് ചൂടാക്കി ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറിയുടെ പരിപാടി. വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ചെമ്മീൻ കിട്ടിയില്ല, അല്ലെങ്കിൽ മീനൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ടും ഉണക്കച്ചെമ്മീൻ കിട്ടുമല്ലോ. ഉണക്കച്ചെമ്മീൻ കൂടുതൽ വാങ്ങിച്ചിട്ട് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ എടുത്ത് വയ്ക്കുക. നമുക്ക് മെഴുക്കുരട്ടിയിലാണെങ്കിലും ഇതുപോലെ ഒഴിച്ചുകറികളിലാണെങ്കിലും ഒക്കെ ഈ ഉണക്കച്ചെമ്മീൻ പൊടി ചേർക്കാവുന്നതാണ്. അത് മോശമായി പോകുമില്ല കേട്ടോ. 1 മാസത്തിലൊക്കെ കൂടുതലിരിക്കും ഉണക്കച്ചെമ്മീൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് കറിയൊക്കെ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉണക്കച്ചെമ്മീൻ പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരുപാട് ഉണക്കച്ചെമ്മീൻ ചേർക്കരുത്, ചെറിയൊരളവിൽ ചേർക്കുക. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ക്വാണ്ടിറ്റി ഒരുപാട്. ഇപ്പോൾ നമ്മൾ ചക്കക്കുരു ഒരു 1/2 കിലോ ചക്കക്കുരു എടുത്തിട്ട് ഒരു 3-2 ടേബിൾ സ്പൂൺ ഉണക്കച്ചെമ്മീൻ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കുറച്ചളവിലെല്ലാം എടുത്തിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എടുക്കുന്ന വെജിറ്റബിൾസിനനുസരിച്ച് ഉണക്കച്ചെമ്മീൻ്റെ പൊടിയും എടുത്തിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് ഇതുപോലെ കറി ഉണ്ടാക്കി നോക്കിക്കോളൂ. എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ ദിവസത്തെയും പതിവ് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കറി ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കുറുകിയല്ലാത്ത രീതിയിൽ നല്ല പാകത്തിനുള്ള ഒഴിച്ചുകറിയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇനി വേറെ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ കറിയുടെ കറക്റ്റ് പാകം മനസ്സിലാവും. ഇതിപ്പോൾ കുക്കറിലായതുകൊണ്ട് ഇങ്ങനെ ഇത്രയല്ലേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.